ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. SSLC +1 പരീക്ഷ നാളെ തുടങ്ങും. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 35,083 പേർ. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച അദാലത്തിൽ ആദ്യ പരാതിയുമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. തനിക്ക് പത്മശ്രീ പോലും നേടിത്തന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനായി വിട്ടുകൊടുക്കണമെന്ന് IM വിജയൻ. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പണവും സ്വർണവും കവർന്നു. സംഭവത്തിൽ മുൻ ജീവനക്കാരി ഉൾപ്പെടെ 8-അംഗ സംഘത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കുന്നു. സേവനം നൽകുന്നത് അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രമായി തുടരുന്നു. 6-ാം വിളക്കുദിനമായ നാളെ മുതൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. വാർത്തകളിലേക്ക് വിശദമായി. SSLC +1 പരീക്ഷ നാളെ തുടങ്ങും. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികൾ SSLC പരീക്ഷയും 4,11,025 പേർ ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷയും 4,52,437 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി 2-ാം വർഷ പരീക്ഷയും എഴുതും. SSLC പരീക്ഷ 30-നും +1 പരീക്ഷ 27-നും +2 പരീക്ഷ 28-നും അവസാനിക്കും. ജില്ലയിൽ 35,083 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത്. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. 585 പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 5 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൈറ്റിന്റെ ക്യൂട്രാക്ക് തയ്യാറായി. ചോദ്യക്കടലാസ് പാക്കറ്റ് തുറക്കുന്നത് മുതൽ മൂല്യനിർണ്ണയ ക്യാമ്പ് വരെയുള്ള കാര്യങ്ങളിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. ചോദ്യപേപ്പർ പാക്കറ്റ് മാറി തുറക്കുന്നത് ഒഴിവാക്കാനാണ് ആദ്യമായി ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പരീക്ഷ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ചോദ്യപേപ്പർ പാക്കറ്റിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യണം. അതാത് ദിവസത്തെ ശരിയായ പാക്കറ്റ് ആണെങ്കിൽ മാത്രം വെരിഫൈ എന്ന് പച്ച നിറത്തിൽ തെളിയും. തെറ്റാണെങ്കിൽ ചുവന്ന നിറത്തിൽ എറർ എന്ന് കാണിക്കും. ഈ സ്കാനിംഗ് നടത്തുന്നതിന്റെ ഫലം പരീക്ഷാഭവനിൽ ലഭിക്കും. എല്ലാ പാക്കറ്റും ശരിയായി തുറന്നാൽ ആ വിവരവും നൽകണം. പരീക്ഷയിൽ എന്തെങ്കിലും ക്രമക്കേട് പിടിക്കപ്പെട്ടാൽ ആ വിവരവും പരീക്ഷാ ചീഫോ ഡെപ്യൂട്ടി ചീഫോ റിമാർക്ക് കോളത്തിൽ വിശദീകരിക്കണം. കൂടാതെ ഉത്തരക്കടലാസ് പാക്ക് ചെയ്ത് അതിന്റെ എണ്ണവും തൂക്കവും പരീക്ഷാഭവനിലേക്ക് അയച്ച സമയവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ആപ്പ് വഴി നൽകണം. എല്ലാ ഹയർ സെക്കൻഡറി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും സംസ്ഥാന തലത്തിലും നിരീക്ഷിക്കാനുള്ള സംവിധാനവും ആപ്പിലുണ്ട്. പുതിയ ക്യൂട്രാക്ക് ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം പരീക്ഷാ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഹയർ സെക്കൻഡറി പ്രവേശനം മുതൽ പരീക്ഷയും പരീക്ഷാഫലവും ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും പൂർണ്ണമായി ഡിജിറ്റലാക്കാനാണ് കൈറ്റ് ലക്ഷ്യമിടുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം, പുനർമൂല്യനിർണ്ണയം, പരിശോധന, അപേക്ഷകൾ, മറ്റ് പരീക്ഷാനന്തര സേവനങ്ങൾ എന്നിവയും ഏകോപിതമായ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നടപ്പിലാക്കും. TCV ന്യൂസ്, മാള. തൃശൂർ കോർപ്പറേഷന്റെ ടോക്ക് ടു മേയർ അദാലത്ത് ടൗൺ ഹാളിൽ നടന്നു. നഗരസഭയുടെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ അതിവേഗം പരിഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ വികസന പദ്ധതികളുടെ ലോഗോ പ്രകാശനം ചെയ്തു. അദാലത്തിൽ ആദ്യമായി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പ്രശ്നങ്ങൾ IM വിജയൻ ഉന്നയിച്ചു. തനിക്ക് പത്മശ്രീ പോലും നേടിക്കൊടുത്ത സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനായി വിട്ടുകൊടുക്കണമെന്ന് അദാലത്തിൽ IM വിജയൻ പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മേയർ അറിയിച്ചു. സ്റ്റേഡിയത്തിൽ കായിക പ്രേമികളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി യാതൊരു വിധത്തിലുള്ള കരാറുകൾക്കും കോർപ്പറേഷൻ കൂട്ടുനിൽക്കില്ലെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പറഞ്ഞു. കൗൺസിലർമാരായ ഷീന ചന്ദ്രൻ, ജേക്കബ് പുലിക്കോട്ടിൽ, കരോളി ജോഷുവ, സുബി ബാബു, വില്ലി ജിജോ തുടങ്ങിയവർ പങ്കെടുത്തു. 26-27 സാമ്പത്തികമായ ഒരു ബഡ്ജറ്റ് ആയിരുന്നു അത്. ബഡ്ജറ്റ് തീർച്ചയായും നമ്മുടെ കയ്യിലേക്കാണ്. അത് കോൺഗ്രസ് സ്റ്റേഡിയം എന്നാണ് സ്റ്റേഡിയത്തിന്റെ പേര്. അപ്പൊ അത് നമ്മുടെ കയ്യിലേക്കാണ്. പിന്നെ
കുറെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അപ്പൊ 1-2 നല്ല ക്യാമ്പുകളുള്ള കുട്ടികൾ പുറത്തു പോയി പ്രാക്ടീസ് സ്കൂളിലേക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്കും ആ ഒരു സ്റ്റേഡിയം തുറന്നു കൊടുത്താൽ തീർച്ചയായിട്ടും കുറെ കുട്ടികൾ എന്നെക്കാളും, ഞാനൊക്കെ അവിടെ നിന്ന് കളിച്ച് വളർന്നതാണ്. എനിക്ക് പറയാനുള്ളത് ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന്, ആ കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ നിന്നാണ് ഒരു പത്മശ്രീ വരെ എത്തിയത്. ആ സ്റ്റേഡിയത്തിൽ നിന്ന് കളിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ പിള്ളേര് 2-3 ക്യാമ്പ്, നല്ല ക്യാമ്പ് നടക്കുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തുറന്നു കൊടുത്താൽ പിന്നെ നല്ല നല്ല ടൂർ. പിന്നെ തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മൊബൈൽ ഫോണുകളും പണവും സ്വർണവുമായി കടന്നുകളഞ്ഞ മുൻ ജീവനക്കാരി ഉൾപ്പെടെ 8 സംഘത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. സ്പായിലെ മുൻ ജീവനക്കാരി ഉൾപ്പെടെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ സ്വദേശികളായ 5 വനിതകളും 3 പുരുഷന്മാരുമാണ് പിടിയിലായത്. സ്പായിലെ മുൻ ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകളുമായാണ് സംഘം കടന്നുകളഞ്ഞത്. 5 മൊബൈൽ ഫോണുകളും 40,000 രൂപയും സ്വർണവും നഷ്ടപ്പെട്ടതായി നടത്തിപ്പുകാരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പട്ടിക്കാട് നിന്ന് സംഘമെത്തിയ വാഹനം പോലീസ് പിടികൂടി. സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നതായാണ് സൂചന. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ചു വരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നലെ രാത്രി നെടുപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ CRB പാർട്ടി പെട്രോളിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു വീടിൻ്റെ അവിടെ കുറച്ച് ഒച്ച കഴിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ആണ്, അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത്. നമ്മുടെ പാർട്ടി അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ പറഞ്ഞു അവിടെ വീട്ടിൽ ഒരു 5-8 പേര് വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും ബാക്കി എല്ലാ കാര്യങ്ങളും മോഷ്ടിച്ച് അവരുടെ പീഡിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇൻഫോർമേഷൻ്റെ പ്രകാരം നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി ഓഫീസർ ACP തൃശ്ശൂർ ശശിധരൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇത് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് എല്ലാ CRB വെഹിക്കിൾസും നൈറ്റ് പെട്രോളിംഗ് ഉള്ള സ്റ്റേഷൻ വെഹിക്കിൾ അറിയിച്ചിട്ട് വി ഹാവ് പ്ലാൻ നാക്കാബന്ദി അറ്റ് ദ തൃശ്ശൂർ. നമുക്ക് നേരത്തെ പ്ലാൻ പറഞ്ഞ പ്രകാരം വി ഹാവ് ഡിഡ് ദ നാക്കാബന്ദി അറ്റ് ദ തൃശ്ശൂർ. പിന്നെ ആ സമയത്ത് നമുക്ക് വെഹിക്കിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പട്ടിക്കാട് ഏരിയയിൽ ഒരു ബ്ലാക്ക് കളർ കർണാടക രജിസ്ട്രേഷൻ ഇൻഡിക്ക കാറും ഒരു ബുള്ളറ്റിൽ നമ്മൾ ആ പറഞ്ഞ ഡിസ്ക്രിപ്ഷനുള്ള ആൾക്കാരൊക്കെ നമുക്ക് കിട്ടി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഇവിടുത്തെ നമുക്ക് തൃശ്ശൂർ സ്വദേശിയായ ഒരു വിക്ടിം, പിന്നെ ഈ ബാംഗ്ലൂർ സ്വദേശിയായ ഒരു ലേഡി, അവിടെ 2 പേരുടെ തമ്മിൽ ഒരു സ്പാ ബന്ധപ്പെട്ട് ഏർപ്പാടായിരുന്നു. അതിൻ്റെ ബിസിനസ് തർക്കും അത് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ ബാംഗ്ലൂരിൽ നിന്നും 8 പേര് ഒരു കാറും ഒരു ബൈക്കിൽ വന്നിട്ട് they have tried to snatch the mobile phone. They have also took the gold jewelry from the victim. Then few 40,000 rupees were transferred via Google Pay to the account of this accused. Based on മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കുന്നു. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമാണ് സേവനം നൽകുന്നത്. വാർഡ് ഡ്യൂട്ടികളിൽ നിന്ന് നഴ്സുമാർ വിട്ടുനിൽക്കുകയാണ്. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് UNA സംസ്ഥാന വ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്നാണ് ആവശ്യം. OP ബഹിഷ്കരിച്ചുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സമരം 17ാം ദിവസവും തുടരുന്നു. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുമായുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA അറിയിച്ചു. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാർ സമരരംഗത്തുള്ളത്. വെരിക്കോസ് വെയിൻ രോഗത്തിന് മരുന്നില്ലാത്ത ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. കോണത്തുകുന്ന് സ്വദേശി കിഴക്കേ പാലക്കാത്ത് വീട്ടിൽ 54 വയസ്സുള്ള രാമദാസിനാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് ഇടതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നത്. റേഷൻ കട നടത്തിപ്പുകാരനായ രാംദാസ് വെരിക്കോസ് വെയിൻ രോഗത്തിന് പുല്ലൂറ്റ് കോഴിക്കടയിൽ പ്രവർത്തിക്കുന്ന ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ എന്ന സ്ഥാപനത്തിൽ 2025 ജൂലൈ 28 മുതലാണ് ചികിത്സ തേടിയത്. ചികിത്സ തുടങ്ങി വൈകാതെ ഇടതുകാലിൽ പഴുപ്പും നീരും അനുഭവപ്പെട്ടുവെങ്കിലും 2 മാസത്തോളം ചികിത്സ തുടർന്നു. പിന്നീട് രോഗാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ച് ഇടതുകാൽ മുറിച്ചു മാറ്റുകയായിരുന്നു. വെരിക്കോസ് വെയിന് നല്ല ചികിത്സയുണ്ട്. ഈ കോണത്തുനിന്ന് അതിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോയി. MD ഹോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ രീതിയിൽ ഞാൻ അവിടെ പോയി 2-3 ദിവസം ചെയ്തപ്പോഴേക്കും കാലിന്റെ തള്ളവിരലിന്റെ തൊട്ടിപ്പുറത്തുള്ള വിരൽ കറുത്തു തുടങ്ങി. കറുത്ത് തൊലിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അവിടുത്തെ മെയിൻ ആളെ വിളിച്ച്, ഈ താരാനാഥ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അത് കോഴിക്കടയിലാണ് അതിൻ്റെ ഇതുള്ളത്, മെയിൻ ആളുടെ സ്ഥാപനം. അപ്പോൾ അവിടെ ചെന്ന് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് അങ്ങനെ മെഷീൻ, എല്ലാ മെഷീനും ഉണ്ട് അവിടെ, നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നു പറഞ്ഞിട്ട് ആൾ കൊണ്ടുപോയത്.
ഇത് കഴിഞ്ഞ് ആളെ അവിടെ നിന്ന് ചെന്ന് നമ്മളെ കാല് ചെറുതായിട്ടൊന്ന് കീറി അതിനുള്ളിൽ നിന്ന് അശുദ്ധ രക്തം കളയാണ്, ബ്ലഡ് ഓട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആള് ഇങ്ങനെ എന്നോട് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ കാല് ഡോക്ടറെ കാണിക്കാൻ വെച്ചാൽ അത് ചെറുവിരൽ ഇങ്ങനെ ഈ വിരൽ കട്ട് ചെയ്യേണ്ടി വരും, അവരപ്പം തന്നെ കട്ട് ചെയ്യുക, അങ്ങനെ പേടിപ്പിച്ച് നമ്മളെ ഇതാക്കിയതാണ്. പക്ഷെ എന്റെ കഷ്ടകാലം നേരത്ത് ഇതെന്താ വെച്ചാൽ ആ ചെറുവിരൽ ആ ഒരു വിരൽ മൂളായിരുന്നു. അപ്പൊ കാല് ഈ അവസ്ഥയാണ് എന്റെ, ഇതേ കണ്ടീഷനായി. ആളിനെല്ലാം ചെയ്യാ, ഇയാള് കട്ട് ചെയ്ത് ആ ഉള്ളിലത്തെ ഇതൊക്കെ കാട്ടിക്കളയും. അപ്പൊ ഇതുപോലെ അങ്ങനെ സ്മെല്ല് വന്നപ്പോ ഞാൻ പറഞ്ഞപ്പോ ആള് പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് പഴുപ്പല്ല കൊഴുപ്പാണ് പോണേ, പഴുപ്പല്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിത് എന്തായാലും മാറും, ഡോക്ടറെ പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് പറഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാംദാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിനെതിരെ കേസെടുത്തത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്കുദിനമായ നാളെ മുതൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. നാളെ ഉച്ചയ്ക്ക് ശേഷം 3:30 നടക്കുന്ന കാഴ്ചശീവേലിക്ക് സ്വർണ്ണക്കോലം ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. ഉത്സവം കഴിയുന്നതുവരെ പകൽ കാഴ്ചശീവേലിക്കും പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിലെ ഗ്രാമപ്രദക്ഷിണം എന്നിവയ്ക്കും സ്വർണ്ണക്കോലമായിരിക്കും. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഗണപതി സ്തുതിയോടെ തുടങ്ങിയ ഗാനസന്ധിയിൽ KS ചിത്ര കൂടുതലും പാടിയത് കൃഷ്ണഭക്തി ഗാനങ്ങളാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓർക്കസ്ട്ര ഒരുക്കിയത്. ഭക്തിഗാനമേള സമർപ്പണത്തിനെത്തിയ KS ചിത്രയെ ദേവസ്വം ആദരിച്ചു. ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉപഹാരം സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ പൊന്നാട അണിയിച്ചു. ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ തഹസീൽദാർക്കും അരണാട്ടുകര വില്ലേജ് ഓഫീസർക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവക ഭൂമിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് നിയമവിരുദ്ധമായി റദ്ദാക്കാൻ തൃശൂർ തഹസീൽദാരായ T ജയശ്രീ നിർദ്ദേശം നൽകിയെന്നും പൊസഷൻ സർട്ടിഫിക്കറ്റ് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് പരിഗണിക്കരുതെന്ന് തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അരണാട്ടുകര വില്ലേജ് ഓഫീസർ കത്തെഴുതിയെന്നുമാണ് ആരോപണം. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ഇടവകയുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇടവകയുടെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോയ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. അതിരൂപത കുടുംബ കൂട്ടായ്മ തൃശൂർ ഫൊറോന കേന്ദ്രസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജോസഫ് T മേനാച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റിമാരായ CT ടോമി, BI ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോകായുക്ത, മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ, വിജിലൻസ് കോടതി എന്നിവരെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഇടവക. തങ്ങൾക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഇടവക വികാരി അറിയിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച പൂജാരിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര പറക്കാട്ടുകര സ്വദേശിനി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ സൂര്യയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 പവനോളം ആഭരണങ്ങളാണ് യുവതി മോഷ്ടിച്ചത്. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയുടെ 3ാം നിലയിലെ സൺഷെയ്ഡിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. സൈക്യാട്രി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയാണ് ആശുപത്രി ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് 3ാം നിലയിലെ സൺഷെയ്ഡിൽ ഇറങ്ങിയത്. അബോധാവസ്ഥയിലായ ഇയാളെ അഗ്നിരക്ഷാ സേന എത്തിയാണ് സുരക്ഷിതമായി താഴെ ഇറക്കിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ K ശിവദാസൻ, VV ജിമോദ്, CG ആദർശ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മർദ്ദനമേറ്റതിനെ തുടർന്ന് ചികിത്സയിലുള്ള കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി, കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോബി ആലപ്പാട്ട് തുടങ്ങിയവരൊപ്പമുണ്ടായിരുന്നു.
കുന്നംകുളം നഗരസഭയിലെ ബജറ്റ് ചർച്ചയിൽ കോൺഗ്രസിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അവതരിപ്പിച്ച ബജറ്റിന്മേൽ നടന്ന പൊതുചർച്ചയ്ക്ക് ഒടുവിലായിരുന്നു നാടകീയ സംഭവങ്ങൾ. DCC നേതൃത്വം അംഗീകരിച്ച പാർലമെന്ററി പാർട്ടി ലീഡർ ലബീബ് ഹസൻ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ നേതൃത്വവുമായി അകൽച്ചയിലുള്ള ഷാജി ആലിക്കലിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും ഇതേ ആവശ്യം ഉന്നയിച്ചു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങളും വെവ്വേറെ എതിർപ്പ് രേഖപ്പെടുത്തി. ലബീബ് ഹസനെ പിന്തുണയ്ക്കുന്ന 4 അംഗങ്ങളും ഷാജി ആലിക്കലിനൊപ്പമുള്ള 6 അംഗങ്ങളുമാണ് വിയോജിപ്പ് അറിയിച്ചത്. പിന്നീട് BJP അംഗങ്ങളും വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു. 7 അംഗങ്ങൾ ബജറ്റിനെ എതിർക്കുകയും ചെയ്തു. RMP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ 18 അംഗങ്ങളുടെ പിന്തുണയോടെ CPM നയിക്കുന്ന ഭരണസമിതിയുടെ ബജറ്റ് പാസായി. തൃശൂർ അഞ്ചേരി സെന്റ് മേരീസ് പള്ളിക്ക് പട്ടയം കൈമാറി. പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജനാണ് ഫാദർ പ്രകാശ് പുത്തൂരിന് പട്ടയം കൈമാറിയത്. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര, ഫാദർ വർഗീസ് കുത്തൂർ, തഹസീൽദാർ T ജയശ്രീ, വില്ലേജ് ഓഫീസർ അരുൺകുമാർ, ഡിവിഷൻ കൌൺസിലർ സ്മിത അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 35 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബജറ്റ് അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും കളിസ്ഥലത്തിനും ആളൂർ ടൂറിസത്തിനും സ്ഥലമേറ്റെടുക്കും. മിനറൽ വാട്ടർ യൂണിറ്റ്, സ്മാർട്ട് അങ്കണവാടി, യുവാക്കൾക്ക് ഫുട്ബോൾ പരിശീലനം, വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയവ നടപ്പാക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് CC സുരേഷ് അവതരിപ്പിച്ചു. കാർഷികം, ആരോഗ്യം, പശ്ചാത്തല വികസനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി ആമുഖ പ്രസംഗം നടത്തി. ആറാട്ടുപുഴ പൂരത്തിന്റെ പങ്കാളിയായ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരം നാട്ടി. കൊടിമരം നാട്ടിയതോടുകൂടി ദേവപൂരത്തിന് തുടക്കമായി. ചെത്തിമിനുക്കിയ കവുങ്ങിൽ 7 സ്ഥാനങ്ങളിൽ ആലിലയും മാവിലയും കെട്ടിയാണ് കൊടിമരം ഉറപ്പിച്ചത്. തുടർന്ന് പൂര വിളംബരം നടത്തി. ജലസംരക്ഷണം, കുടിവെള്ളം, പാർപ്പിടം എന്നീ പദ്ധതികൾക്ക് മുൻഗണന നൽകി മാള പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ജലസംരക്ഷണത്തിനും കുടിവെള്ളത്തിനുമായി 63,56,800 രൂപയും, പാർപ്പിട പദ്ധതിക്ക് 1,54,00,000 രൂപയും, ഉൽപാദന മേഖലയ്ക്ക് 97,49,00,000 രൂപയും നീക്കിവെച്ചു. കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് 27.96 ലക്ഷം രൂപയും, വയോജനങ്ങൾക്ക് 28 ലക്ഷം രൂപയും വകയിരുത്തി. 36,77,46,100 രൂപ വരവും, 33,98,33,400 രൂപ ചെലവും, 2,79,12,700 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഇതേ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഗുരുവായൂർ റോഡിലെ ഇട്ടിമണി ആശുപത്രിക്ക് മുൻപിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഒരുപോലെ ദുരിതത്തിലാണ്. അറ്റകുറ്റപ്പണികൾ നടത്തി പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് പതിപ്പകളിലൂടെയാണ് നമ്മുടെ ഗ്രാമസഭകൾ, പഞ്ചായത്ത് ഭരണസമിതികൾ, മുനിസിപ്പൽ ഭരണസമിതികൾ, കൂട്ടായ ഗ്രൂപ്പ് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധനാ കേന്ദ്രം തൃശൂർ കാരിക്കത്ത് ലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. M ലക്ഷ്മിനാരായണൻ അധ്യക്ഷത വഹിച്ചു. CP വർഗീസ്, ജയപ്രകാശ്, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പബ്ലിക് ലൈബ്രറി ജീവനക്കാർ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പണിമുടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജീവനക്കാരുടെ അവകാശങ്ങളോട് മാനേജ്മെന്റ് മുഖം തിരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ, ജില്ലാ സെക്രട്ടറി T സുധാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം A സിയാവുദ്ദീൻ, ജോസഫ് മാളിയേക്കൽ, P വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സെക്യുലർ ജീവിതം നയിക്കുന്നവരുടെ കുടുംബസംഗമം ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. സെക്യുലർ ഫോറം ജനറൽ കൺവീനർ T സത്യനാരായണൻ, സംഘാടക സമിതി ചെയർമാൻ PS ഇക്ബാൽ, ജനറൽ കൺവീനർ C ചന്ദ്രബാബു, ട്രഷറർ VG ഗോപാലകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ VS പ്രവിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
SPC പ്രോജക്ടിന്റെ ഭാഗമായി മുകുന്ദപുരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഇരിങ്ങാലക്കുട കോടതി സമുച്ചയം സന്ദർശിച്ചു. സബ് ജഡ്ജ് ലക്ഷ്മി കെ തമ്പിയുമായി കുട്ടികൾ സംവദിച്ചു. മുകുന്ദപുരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി എ ജിനി ജോസ് കോടതിയിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാരാലീഗൽ വളണ്ടിയർ സിന്ധു ഭാസ്കർ, വിദ്യാലയത്തിലെ കൌൺസിലിംഗ് അധ്യാപിക വിൽസി വർഗീസ്, CPO PK അജിത, SPCO വിസ്മി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിന് തുടക്കമായി. ഇവന്റ് മേഖലയിലെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി അംഗമാവുക എന്ന മുദ്രാവാക്യമുയർത്തി നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ തെക്കേ ഗോപുരനടയിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം MR രാജൻ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PG സുബീദാസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി AU ഷഫീദ്, ട്രഷറർ TM റോയ്, മനോജ് ബേബി, സുധന്യ സുനിൽ, KG സുഖദേവ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണം, ഹരിത സംസ്കാര വിപുലീകരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപ വീതം സ്കോളർഷിപ്പായി നൽകും. ചടങ്ങിൽ ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വിതരണം ചെയ്തു. UP വിഭാഗത്തിൽ RC UPS കയ്പമംഗലം, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെന്റ് ഫിഷറീസ് കയ്പമംഗലം, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ GF VHSS കയ്പമംഗലം എന്നിവരാണ് സമ്മാനങ്ങൾ നേടിയത്. വൈസ് പ്രസിഡന്റ് KK സക്കരിയ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PN ആശ, പ്രധാനാധ്യാപകൻ MD ദിനകരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അൻസമോൾ, സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ ഗർഭാശയ ഗള ക്യാൻസറിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S രാജലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V അനൂപ്, ഷാനി റജി, കൌൺസിലർമാരായ P രമേശ്, സുഷ ബാബു, ചന്ദ്ര രാമകൃഷ്ണൻ, ആതിര രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. റംസാൻ വ്രതകാലം പകുതി പിന്നിടുമ്പോൾ പഴം വിപണിയിൽ കൂടുതൽ ഡിമാൻഡുള്ള ഇനമായി തണ്ണിമത്തൻ മാറുന്നു. നോമ്പ് തുറന്നാലുടൻ ശരീരത്തിനാവശ്യമായ ജലാംശം പെട്ടെന്ന് തിരിച്ചു നൽകാൻ തണ്ണിമത്തന് കഴിയുമെന്നതാണ് ഇതിനെ പ്രിയങ്കരമാക്കുന്നത്. പകൽച്ചൂടിൽ നീണ്ടു നിൽക്കുന്ന ദാഹത്തിന് ശേഷം ആശ്വാസമേകാൻ പഴമായി കഴിക്കുന്നതിനപ്പുറം വൈവിധ്യമാർന്ന വിഭവങ്ങളും തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് തണ്ണിമത്തൻ എത്തുന്നത്. സാധാരണ നാടൻ തണ്ണിമത്തനോടൊപ്പം ഇപ്പോൾ കുരുവില്ലാത്ത ഇനങ്ങളും മഞ്ഞത്തണ്ണിമത്തനും കിരൺ തണ്ണിമത്തനും വിപണിയിൽ സജീവമാണ്. റംസാൻ സീസണിൽ കഴിഞ്ഞ തവണ ഉണ്ടായ കച്ചവടം ഇത്തവണ ഉണ്ടായില്ലെന്ന് ചാവക്കാട് മേഖലയിൽ 40 വർഷത്തോളമായി തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന IK ഹൈദരലി പറയുന്നു. ഇപ്രാവശ്യം എല്ലാ വർഷത്തെ പോലെ കച്ചവടം കാര്യമായി നടക്കുന്നില്ല. ഒന്നാമതായി ഇത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത് ചരക്ക് കൃഷി വളരെ കുറവാണ്. ഇപ്രാവശ്യം ചരക്ക് വളരെ വില കൂടുതലാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. കേരളത്തിലിപ്പോ വളരെ നല്ല രീതിയിൽ പല ആളുകളും ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല വിജയകരമായ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ കൃഷി കുറച്ചുകൂടി നല്ല രീതിയിൽ നടത്താൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനം, കാര്യമായ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത സാധനം നമുക്ക് കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ കൃഷി കുറഞ്ഞതിനാൽ വില കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയിട്ടുണ്ട്. ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയുമുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രാദേശികമായ നിരവധി സ്ഥലങ്ങളിൽ തണ്ണിമത്തൻ കൃഷി വിജയകരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. നാടൻ തണ്ണിമത്തന് വിപണിയിൽ വലിയ ഡിമാൻഡാണ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തണ്ണിമത്തൻ വിപണി ഇനിയും സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. TCV ചാവക്കാട്. ഇരിങ്ങാലക്കുടയിൽ കുചേലന്റെ വേഷത്തിലിരുന്നൊരു വ്യത്യസ്തമായ നോമ്പുതുറ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയായി മാറി. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ് ഈ കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയത്. ആർട്ടിസ്റ്റ് മോഹൻദാസിന് യുവകലാ സാഹിതി ഒരുക്കിയ ആദരമായിരുന്നു ടൗൺ ഹാളിൽ നടന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി നടന്ന കുചേലവൃത്തം കഥകളി അവതരണത്തിലെ കുചേലനായി അരങ്ങേറ്റം കുറിച്ചത് യുവകലാസാഹിതി ജോയിന്റ് സെക്രട്ടറി കൂടിയായ റഷീദ് കാറളമായിരുന്നു. നോമ്പെടുത്തു തന്നെയാണ് റഷീദ് കഥകളിക്ക് കുചേലവേഷം അണിഞ്ഞത്. നോമ്പു തുറക്കുന്ന സമയമായപ്പോൾ പിന്നെ ആ വേഷത്തിൽ തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം നോമ്പു തുറക്കുകയായിരുന്നു.
കഥകളി അഭ്യസിക്കണമെന്ന ഏറെ നാളത്തെ ആഗ്രഹ സഫലീകരണത്തിന് കൂടിയാണ് റഷീദ് കാറളം ഫലപ്രാപ്തി കണ്ടെത്തിയത്. പൊതുപ്രവർത്തന രംഗത്തും സാഹിത്യരംഗത്തും നിറസാന്നിധ്യം കൂടിയാണ് റഷീദ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ സബിത സതീഷ് കുമാർ, PR ഷാജൻ, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, SMC ചെയർമാൻ സന്തോഷ് കുന്നുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഉത്രം വിളക്ക് ആഘോഷിച്ചു. വിവിധ അനുഷ്ഠാന കലാരൂപങ്ങൾ അരങ്ങേറി. കുതിരകളി, മുടിയാട്ടം, മൂക്കൻ ചാത്തൻ, വടിത്തല്ല്, തട്ടുമക്കളി തുടങ്ങിയ കലാരൂപങ്ങളാണ് പൂരത്തോടനുബന്ധിച്ച് അരങ്ങേറിയത്. വൈകിട്ട് നടക്കുന്ന ആറാട്ടോടെ പൂരാഘോഷത്തിന് സമാപനമാകും. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിലെ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വിനയൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുജിത് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക VD ലതിക തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ നമുക്ക് തന്ന ഒരു നിവേദനമുണ്ട്. അത് നമ്മുടെ 26-27 ബഡ്ജറ്റ് ത്തിന്റെ ഏറ്റവും വലിയ അക്കാദമിക നിലവാരത്തിന്റെ നേർസാക്ഷ്യമാണ്. LSSൽ ജീവൻ നല്ല പ്യൂരിഫൈ ചെയ്ത നോർമൽ. പറപ്പൂക്കര പുതുക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറുമാലിപ്പുഴയിലെ പന്തല്ലൂർ കുണ്ടുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടെന്നാരോപിച്ച് BJP പ്രവർത്തകർ പന്തല്ലൂരിൽ ധർണ സംഘടിപ്പിച്ചു. BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. BJP പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രജിത് നാരായണൻ, രാമദാസ് വൈലൂർ, ബിജു തച്ചംകുളം, ഡേവിസ് ചെറിയത്ത് എന്നിവർ സംസാരിച്ചു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ പുതിയ നാടകമായ ഒറ്റക്കാളയുടെ ടൈറ്റിൽ പ്രകാശനം നടൻ ഇർഷാദ് നിർവഹിച്ചു. ലോക നാടക ദിനമായ മാർച്ച് 27 ആദ്യ അവതരണം നടക്കും. പ്രദീപ് നാരായണനാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സജീവൻ പ്രദീപനാണ് രചന. സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലിയാണ് നാടക സംഘത്തിന് നേതൃത്വം നൽകുന്നത്. പ്രദേശത്തെ 20ഓളം നാടക പ്രവർത്തകർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നു. ചാലക്കുടി നഗരസഭ, സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ്, കലാഭവൻ മണി അനുസ്മരണ ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 6 കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിക്കും. അനുസ്മരണ സമ്മേളനം സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. ബെന്നി ബഹന്നാൻ MP, രമേശ് പിഷാരടി, ഡോക്ടർ RLV രാമകൃഷ്ണൻ, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ VK സനോജ് തുടങ്ങിയവർ സംസാരിക്കും. രാത്രി 7:30 മണിച്ചിത്ര ഗീതവും ഒരുക്കും. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, കൺവീനർ സുന്ദർദാസ്, LDF നേതാവ് ജിൽ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവറട്ടി സെന്റ് ജോസഫ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ A അയ്യപ്പന്റെ തെരഞ്ഞെടുത്ത രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകം അധ്യാപകനായ റാഫി നീലങ്കാവിൽ വിദ്യാലയത്തിന് സമർപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. പ്രധാനാധ്യാപകൻ PF ജോസ് അധ്യക്ഷത വഹിച്ചു. CPM പാലുവായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി MA ഷാജി, PK നൌഫൽ, ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. കൃഷിക്കും റോഡ് വികസനത്തിനും മുൻഗണന നൽകി തോളൂർ പഞ്ചായത്ത് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ലിൻസൺ യു പുത്തൂർ അവതരിപ്പിച്ചു. ആരോഗ്യം, ഹാപ്പിനെസ് പാർക്ക് എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ പ്രിയ സുനിൽ, NP സരോജിനി, ഷീന വിൽസൺ, EP ജോയ്, സെക്രട്ടറി അനൂപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,080 രൂപ, പവന് 1,20,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. SSLC +1 പരീക്ഷ നാളെ തുടങ്ങും. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 35,083 പേർ. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച അദാലത്തിൽ ആദ്യ പരാതിയുമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. തനിക്ക് പത്മശ്രീ പോലും നേടിത്തന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനായി വിട്ടുകൊടുക്കണമെന്ന IM വിജയൻ. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പണവും സ്വർണവും കവർന്നു. സംഭവത്തിൽ മുൻ ജീവനക്കാരി ഉൾപ്പെടെ 8 അംഗ സംഘത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കും. സേവനം നൽകുന്നത് അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രമായി തുടരുന്നു. 6ാം വിളക്കുദിനമായ നാളെ മുതൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.